നമ്മൾ വറവിനുള്ള ഉള്ളി അങ്ങനെ അരിഞ്ഞ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെന്നൊരു ബിരിയാണിയുടെ പരിപാടി കേട്ടോ. ഓക്കെ. നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ നമ്മൾ ചിക്കൻ കറിയുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാള ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളതാണ്ട് ബിരിയാണിക്കും മസാലയ്ക്കുള്ളതും ചിക്കൻ കറിക്കുള്ള സവാള നമ്മളതാണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. ഓണാക്കിയോ. അപ്പോൾ നമ്മൾ വേണ്ട ബിരിയാണിക്കുള്ള ചിക്കനാണിത്. ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒന്ന് കട്ട് ചെയ്യും. ചിക്കൻ കറിക്ക് ഉള്ള ചിക്കൻ അതിങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. ഒരു മണിക്കൂർ പെട്ടെന്നാവട്ടത്. നമ്മുടെ കുരുട്ടുകൊണ്ട് ചിക്കൻ കറിയും ബിരിയാണി വെക്കാനും അതിനുള്ള ചിക്കനാണ് നമ്മൾ കഴുകി മാറ്റി വെക്കുന്നത്. അതാണ്ട് ചിക്കൻ കറിക്കും നമ്മളെ ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള സവാളയാണ് വഴറ്റുന്നത്. ഓക്കെ. മസാലയ്ക്കുള്ള ചിക്കൻ അതിൻ്റെ പേസ്റ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാം. അത് വേറെ ഒന്നുമില്ല, നമ്മൾ പട്ട, ഗ്രാമ്പ്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഗരം മസാല ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചേർത്തത്. പിന്നെ മുളക് പൊടി ലേശം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ. നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെ, പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം പോലെ. ഇത് നമ്മുടെ ചിക്കൻ കറിക്കുള്ള ചിക്കനും അതിൻ്റെ മസാലയൊക്കെ ഇതിനകത്തിട്ടതാണ്. അപ്പോഴത് നമ്മളതുകൊണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് പകർന്ന് ഒന്ന് മിക്സ് ചെയ്യാം. വേറൊരു കൈ വന്ന് എൻ്റെ മോളാട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര പാചകക്കാരാണ്. ചിക്കൻ കറിക്കുള്ള പിന്നെ ചിക്കനും വേവിച്ച് വെച്ച ഉള്ളിയും പേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് അടുപ്പത്തിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം പുറത്ത് വെച്ച് കാണിക്കുന്നത് പറഞ്ഞില്ല. അടുക്കളയിൽ അടുക്കള ഭയങ്കര ഇരുട്ടാട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ച് കാണിക്കുന്നത്. ഓക്കെ. നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയാണ്, ചിക്കൻ മസാലയാണ്. കാരണം അതിനകത്ത് നമ്മൾ പേസ്റ്റും കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മളെ ബിരിയാണിക്കുള്ള മസാല അത് കണ്ട് നമ്മൾ ഉള്ളിയും പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് വേവിച്ചത്. ഇനി നമ്മൾ അടുപ്പിലോട്ട് ഇത് കയറ്റാൻ പോവുക. ഇത് വേറെ നല്ല നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുക്കളയിൽ വെട്ടം കുറവായതുകൊണ്ട് നമ്മൾ ഇത് സാധനങ്ങളൊക്കെ വെളിയിൽ വെച്ച് കാണിക്കണം കേട്ടോ. അപ്പം ഞങ്ങളത് ചെയ്യുന്നത് ഞാനും മക്കളും വീട്ടിൽ എല്ലാവരോടും ചേർന്നത് ചെയ്യുന്നത്. ബിരിയാണിക്കുള്ള റൈസ് കഴുകി വൃത്തിയായിക്കൊണ്ട് നന്ദോട്ടാ ബിരിയാണി എങ്ങനെ ഉണ്ടായിരിക്കും? സൂപ്പറായിരിക്കത്തില്ലേ? അപ്പോഴതാണ്ട് നമ്മളെ പേടി കട്ട് ചേർത്ത് അരി. അപ്പോഴത്താണ്ട് ബിരിയാണിക്കുള്ള റൈസ് നമ്മൾ കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നന്ദൂട്ടനാട്ടെ പാചകത്തിൻ്റെ എല്ലാം ഇതിനാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു പങ്കാണത്. ഇപ്പോൾ നമ്മളതുകൊണ്ട് അടുക്കളയിൽ ഇരുട്ടാട്ടെ, അതുകൊണ്ട് വെട്ടം കുറവാക്കുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ അടുപ്പിലോട്ട് വെച്ച് വേവുന്നുണ്ട്. ഇത് നമ്മൾ ആ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മളെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല അതിങ്ങനെ അടുപ്പിൽ കിടന്നു. ഇനി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല ആദ്യം എടുക്കുക, ചോർച്ചിട്ട്. അപ്പോൾ നമ്മുടെ അതാണ്ട് ചിക്കൻ കറിയാണിത്. ഞങ്ങൾ അടുക്കളയിൽ ഇരുട്ട് കേട്ടോ, വെട്ടം കുറവാണ്. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴിത് അപ്പോൾ ചിക്കൻ കറി അതിങ്ങനെ ഒരു വരുത്തില്ല. തൊട്ടിപ്പുറത്ത് നമ്മൾ ബിരിയാണിക്കുള്ള മസാല, ചിക്കൻ മസാല അത് വേണ്ട ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഇത്രയും കിടപ്പുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ കിടക്കുന്നു.
ഓക്കെ ഗൈസ്, ബിരിയാണിക്കുള്ള മസാല അത് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്ത് ഇനി നമ്മളിത് ചിക്കൻ ഇതിൽ ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതെ നമ്മുടെ ചിക്കൻ കറി, അതും ഏകദേശം നല്ല എന്താ വലുത് കേട്ടാ, നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ. അതിനകത്ത് മറ്റേ ബിരിയാണിയുടെ മസാല അതുകൊണ്ട് ലെഗ് പീസ് ഇവിടെ 2 ലെഗ് പീസാണ്. പിന്നെ ഇനി ഇത് നമ്മൾ ദമ്മ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിനി ദമ്മ് ചെയ്യാൻ പോകും. ഓക്കെ, കാര്യമൂല്യത്തിൻ്റെ പത്രം ബിരിയാണിയുടെ ചോറ് വേണ്ട, ചോറ് നമ്മളങ്ങോട്ട് ഊറ്റി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടേ ഒരിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. അതിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. നമുക്ക് വറുത്ത് വെച്ച മുന്തിരി, നമ്മളതിനകത്ത് ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അടുത്ത നമ്മൾ മല്ലിക്കീര നമ്മളെ വേറെ ഇരിപ്പുണ്ടല്ലോ അല്ലേ. അപ്പോഴും മല്ലിക്കീര ഇപ്പം തന്നെ ഇച്ചിരി നടിപ്പിച്ച ഇപ്പം തന്നെ കാണാനൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ രണ്ടാമത് ലെയർ ദമ്മ് വെക്കാനുള്ള നമ്മൾ അടുത്ത ബാക്കി ചിക്കനും കൂടി ആണ്ട് നമ്മളെ ചോറ്റിനകത്തോട്ട് വെക്കുകയാണ്. ഞങ്ങൾ ഒരു ഇങ്ങനെ വെച്ചൊന്നും പരിചയമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള കയ്യിൽ നിന്നും ഒക്കെ ഒരു ടെക്നിക്കൊക്കെ പരീക്ഷിച്ചാൽ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളിതെല്ലാം ചെയ്ത് തീർന്ന് കഴിക്കാൻ നേരത്തെ അറിയാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത്. മസാല മസാല അടുത്തതിൻ്റെ മുകളിലേക്കുള്ള ചോറ്, അടുത്ത ബിരിയാണിയുടെ ചോറ്, അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ നൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചോറിട്ടതിന് ശേഷം ബാക്കിയിരിക്കുന്ന ചോറും എല്ലാം അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ കറക്കി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കി വെച്ച് ബാക്കി ചോറും ഒന്നും വേസ്റ്റാക്കേണ്ട കാര്യമില്ല. നമ്മൾ വേണ്ട ഒരു ഇച്ചിരി ലേശം നെയ്യ് പിന്നെ മുകളിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുവേ. എന്നിട്ട് വേണ്ടേ അടുത്ത സവാള, ഇതിൻ്റെ അലങ്കാരപ്പണിയെല്ലാം അടുത്ത് വെച്ച ഉണക്കമുന്തിരി, ക്യാഷ്യൂ, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ ഇങ്ങോട്ടിട്ട്
ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മല്ലിക്കീര. ഇതിൻ്റെ ഒരു മണം അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലേ ഇപ്പുറത്ത് 7000 വീട്ടിലെ ആൾക്കാർ വന്ന് ഉണരും ഈ ബിരിയാണിയുടെ മണം കേട്ടോ. ഇപ്പോൾ അതാണ്ട് നമ്മുടെ ബിരിയാണി എല്ലാം അലങ്കരിച്ച് വെച്ചിരുന്നത് കണ്ടാൽ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ, നല്ല മനോഹരമായിട്ട് നമുക്ക് എന്താ രസം. ഇവിടെ നമ്മൾ കാണാൻ തന്നെ എന്ത് ഭംഗിയില്ലേ, നല്ല ഭംഗി അതിൻ്റെ അലങ്കാരമല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇത് ദമ്മ ചെയ്ത് ഇനി അടുപ്പേ കയറ്റുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, നമ്മൾ അടുക്കളയിൽ തന്നെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പൊട്ടിക്കാൻ നേരത്ത് കാണിക്കാം. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് വേറെ വെച്ചിട്ട് അത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് വയ്ക്കാം. ഇതാണ്ട് നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇളക്കി നമുക്ക് നോക്കേ തട്ടൂട്ടാ. ഇത് മണം കേട്ടോ, നല്ല മണം. നമ്മൾ സംഭവം നമ്മൾ ചെയ്തതെന്ന് പറയത്തില്ല കേട്ടോ, നമ്മൾ ഫേവറേറ്റ് ഈ കടകളിലൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ നല്ല മണം. മസാലയൊക്കെ ഏതാണ്ട് ചിക്കൻ്റെ കാല് മസാല ഞാൻ നോക്കി വെക്കാം. ഇതാണ് നമ്മുടെ ക്രിസ്മസ്, ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളെല്ലാവരുടെയും ഇത് കഴിക്കുന്ന വീഡിയോയും കാണിച്ചു തരാം. അപ്പോൾ ഇത് സർവ് ചെയ്യാം കേട്ടോ. നമ്മളെ ബിരിയാണി ഇത് നമ്മുടെ നാടൻ നമ്മളെ രീതിയിൽ ചെയ്യുകയാണ്. ഇതിനകത്തൊരു സാധനം നമ്മൾ ചേർക്കാൻ വിട്ടു, നമ്മുടെ ആയിട്ടൊരു ഫ്ലേവർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ പൈനാപ്പിൾ നമ്മൾ നേരത്തെ സാധാരണ ആദ്യമേയാണ് ഇത് ചെയ്യുന്നത്. ഇത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങളിതാ ഒരു പുതിയ രീതിയിൽ ഇതിനകത്ത് ഇങ്ങനെ ഈ പൈനാപ്പിളിൻ്റെ അരച്ചെടുത്ത സാധനം നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒറിജിനാലിറ്റി മാറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ചോറിങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ കിടന്ന് തിളയ്ക്കുന്ന കേട്ടാ, കുടിക്കുന്ന കിടന്നു. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നന്ദൂട്ടനാണ് നമ്മൾ ഫ്ലേവർ എപ്പോഴായാലും എല്ലാം നമ്മുടെ വീഡിയോയിലെല്ലാം ടേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചോറും ഇതാണ്ടേ മസാല ഞങ്ങൾ കടയിൽ വെക്കുന്ന രീതിയിലുള്ള മസാലയല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു പ്രത്യേക രീതിയിലുള്ള മസാല. ഇപ്പോൾ നന്ദൂട്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കും, എന്നെ കഴിച്ചിട്ട് ചൂടുണ്ടല്ലേ, കട്ടി വരുന്നത് അത്ര നീണ്ടു പോകാതെ കഴിച്ചില്ല, നിങ്ങൾ കഴിക്കാനിട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്യുക. ചൂടുണ്ട് കേട്ടോ, ചോറോട്ട് വാരി എങ്ങനെയുണ്ടെന്നത് ചിന്നാ സൂപ്പറാണ്, സൂപ്പർ കളി. ഞാൻ നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത്, ഞാനും കൈ കൊണ്ടൊന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്യും. നമ്മുടെ ബിരിയാണി ചെയ്തിട്ട് തിന്നിട്ട് പറയാമെന്ന് പറയലും തമാശയല്ല. നമ്മൾ ഈ 5 സ്റ്റാർ കഴിക്കുമല്ലേ, നന്നായിട്ട് നമ്മുടെ ഒറിജിനൽ ആ അരച്ച് ചേർത്തില്ലേ അവിടെ ആയപ്പോഴത്തേക്കും ബിരിയാണിയുടെ ലെവൽ തന്നെ മാറി, അടിപൊളി. നന്ദൂട്ടാ സൂപ്പറല്ലേ. ഞങ്ങൾ അടുക്കളക്കകത്തിരുന്ന് കേട്ടോ ഇത് കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം.
നല്ല നല്ല കമൻറ്റുകൾ ഇടണം, നമ്മുടെ അഭിപ്രായങ്ങൾ അറിയണം, പറയണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഇതാണ് സ്പെഷ്യൽ, ക്രിസ്മസ് സ്പെഷ്യൽ.